ജി സുധാകരൻ പാർട്ടി വിടുന്നതിന് പറഞ്ഞ കാരണം തുടർച്ചയായി തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന എന്നതാണ്. മാത്രമല്ല അവിടെ ഒരു പാർട്ടി ക്രിമിനലിസം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും ആരും നിയന്ത്രിച്ച് നിർത്തുന്നില്ല എന്നാണ്. ജി സുധാകരൻ ഈ പാർട്ടി വിടാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻവശത്ത് ഒരു ബാനർ ഉണ്ടായിരുന്നു, വർഗവഞ്ചകൻ എന്ന്. പക്ഷേ പാർട്ടി നേതാക്കൾ ആരും തന്നെ ജി സുധാകരൻ ആ തരത്തിൽ വിശേഷിപ്പിക്കുകയോ അങ്ങനെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ ഇന്നിപ്പോൾ SKനുമായി സംസാരിച്ചപ്പോഴും പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ പലവട്ടം ഫോണിൽ വിളിച്ചു, 3 വട്ടം ഫോണിൽ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. അതിനുശേഷം പിന്നീട് ജില്ലാ സെക്രട്ടറി അവിടെ ചെന്നു, നാസർ അവിടെ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ CM വിളിച്ചിരുന്നല്ലോ, താങ്കൾ എടുത്തില്ലോ, ഞാനിപ്പോൾ വിളിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ജി സുധാകരൻ പറഞ്ഞു, വേണ്ട, ഞാൻ അദ്ദേഹത്തെ പിന്നീട് വിളിച്ചോളാം. പിന്നീട് സുധാകരൻ വിളിച്ചിട്ടേ ഇല്ല. അപ്പോഴേക്കും ചില ധാരണയൊക്കെ ആയി കാണും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിലൊരു പ്രതികരണം ജി സുധാകരൻ ഇന്ന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് CM തന്നിട്ടുള്ള നമ്പറിൽ നിന്ന് ഒരു കോളും എനിക്ക് വന്നിട്ടില്ല എന്നാണ്. ഇനി അവഗണനയുടെ കാര്യം, അവിടെ CM പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, അദ്ദേഹത്തിന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അവഗണന എന്ന് പറയുക എന്നാണ്. ജി സുധാകരൻ പോയാൽ ഒരു പോറൽ പോലും പാർട്ടിക്കോ മുന്നണിക്കോ ഏൽക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം എന്തായിരിക്കാം? എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളെ ദിലീപ് കാണുന്നത്? ഗോപി, ജി സുധാകരൻ ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ്. നമ്മൾ ഈ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു രക്തസാക്ഷി കുടുംബ ആ പാരമ്പര്യം കൂടി ജി സുധാകരനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ എത്രയോ കാലം CPIMന്റെ നേതൃത്വത്തിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിലെ CPIMനെ ബാധിക്കുന്ന ഘട്ടത്തിലൊക്കെ ജി സുധാകരൻ പാർട്ടിയുടെ തലപ്പത്ത് അവിടെ ഉണ്ടായിരുന്നയാളാണ്. അതുകൊണ്ടാണ് ഈ സലാമിനെ പോലെയുള്ള നാസറിനെ പോലുള്ളവരൊക്കെ ജി സുധാകരൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഇതൊക്കെ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നേതാവാണ്, ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യം പറഞ്ഞു തന്നിട്ടുള്ള നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു തന്ന കാര്യം ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ബാധിക്കില്ല എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. ഒരിക്കലും ഈ CPIMനെ സംബന്ധിച്ച് അവിടെ ഏതെങ്കിലും എതിർപ്പുകൾ ഉള്ള ഏതെങ്കിലും ഒരു നേതാവിനെ സംബന്ധിച്ച് അത് വരികയാണെങ്കിൽ അങ്ങനെ പരസ്യമായുള്ള ഒരു പ്രകടനത്തിലൂടെയോ ചിലപ്പോൾ അത് പരസ്യമായി അവിടെ പോസ്റ്റർ എഴുതിയോ അല്ലെങ്കിൽ ചുവരെഴുതിയോ ഒന്നും ആയിരിക്കില്ല ആ എതിർപ്പ് പ്രകടിപ്പിക്കുക. ഈ ബൂത്തിലായിരിക്കും എന്നുള്ളതിന് തെളിവ് ആലപ്പുഴയിൽ നിന്ന് തന്നെയുണ്ട്. VS മാരാരിക്കുളത്ത് തോൽക്കാൻ ഇടയായ ആ സമയത്ത് അന്നവിടെ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് CPIM. ഏതെങ്കിലും തരത്തിൽ അവിടെ എതിർപ്പുണ്ട്, VSനെ അവിടെ വീഴ്ത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം പാർട്ടി CPIM പോലും മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യം ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട്